ഞാൻ ഒരു ചെറിയ കഥ പറയാം. കഥയല്ല, ജീവിതത്തിൽ നിന്നും പിച്ചി ചീന്തിയെടുത്ത ഒരു ചെറിയ ഏട്. പണ്ട് ഞാൻ ആശാമ്പള്ളി പഠിക്കുമായിരുന്നു. ഒരു 80 കാലഘട്ടങ്ങളിലൊക്കെ, അല്ലെങ്കിൽ 80 ലാസ്റ്റ് 90 കാലഘട്ടങ്ങളിലൊക്കെ ജനിച്ചവർ കൂടുതലും ആശാമ്പള്ളികളിലായിരിക്കും പോയിട്ടുണ്ടാവുക. അന്ന് ഈ അംഗനവാടികൾ ഉണ്ടെങ്കിലും ഭയങ്കര ഫേമസ് ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ. ആശാമ്പള്ളികളിലാണ്. ആശാമ്പള്ളിയിലെ ടീച്ചറിനെ നമ്മൾ ആശാട്ടിന്നും, അത് പഠിപ്പിക്കുന്നത് പുരുഷനാണെങ്കിൽ ആശാനെന്നാണ് പറയുന്നത്. ഞാൻ പഴയാറ്റെന്ന് പറയുന്നൊരു ആശാമ്പള്ളിയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റാണ്. മാമീന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മാമിയും മാമനും മാമൻ്റെ മകളും അവർ മോളും ഒരു ഫാമിലി. അവരുടെ വീടിനോട് ചേർന്നൊരു ഷെഡൊക്കെ പണിഞ്ഞിട്ട് അവിടെ ആശാമ്പള്ളി നടത്തുക. ആശാമ്പള്ളി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ട്യൂഷൻ സെൻറ്റർ. അതായത് അക്ഷരം പഠിക്കുന്നവർ മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആളുകളുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ. അപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇവിടെ വേലഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് രമണി ടെക്സ്റ്റൈൽസ് നടത്തുന്ന അനിലണ്ണൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. ആ സമയത്ത് അനിലണ്ണൻ അവിടെ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ അംഗനവാടി പഠിക്കുമ്പോൾ അണ്ണൻ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയാം. കുഞ്ഞുമോൻ എന്നാണ് അവൻ്റെ പേര്. അത് കുഞ്ഞുമോൻ്റെ ഫാദറും എൻ്റെ ഫാദറും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അതുവഴി കുഞ്ഞുമോൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞുമോനാണ്. അപ്പോൾ ഈ ആശാട്ടി വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് പുള്ളിക്കാരി വന്നും പോയി നിൽക്കും. ലൈക്ക് ഇപ്പോൾ നമുക്കൊരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് പുള്ളിക്കാരി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും തിരിച്ചു വരും. ആ സമയത്ത് ഞങ്ങളെപ്പോലുള്ള കുട്ടികളെ, ആശാമ്പള്ളി പഠിക്കുന്ന കുട്ടികളെ, സീനിയറായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അതായത് ഇപ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരെ ഏൽപ്പിക്കും, ഇവരെ ഇത് പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരി ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പോകും. അങ്ങനെ ഞങ്ങളെ ഒരു ദിവസം ഒരു പുള്ളിക്കാരി ഏൽപ്പിച്ച്, പുള്ളിക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇവിടെ അടുത്തുള്ളതാണ്. പുള്ളിക്കാരി ഏൽപ്പിച്ചിട്ട് ഇതേപോലെ ആശാട്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. അപ്പോൾ എനിക്കും കുഞ്ഞുമോനും 12 ഡോക്ടർ ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതാൻ അറിയത്തില്ല. ആശാമ്പള്ളി പഠിക്കുന്ന കുട്ടികളല്ലേ. ഈ 2 വാക്കുകൾ എഴുതാൻ അറിയത്തില്ല എന്ന് ഈ പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരി നമുക്ക് ആറെന്ന് വിളിക്കാം, ബിക്കോസ് ഹെയർ നെയിം സ്റ്റാർട്ട് വിത്ത് ആർ. ഓക്കെ. അപ്പോൾ ഈ 6 അറിയാം. എനിക്കും കുഞ്ഞുമോനും 12 ഡോക്ടറെന്നും ഒക്ടോബർ, സെപ്റ്റംബർ അതൊന്നും എഴുതാൻ അറിയത്തില്ലെന്ന് അറിയാം. അപ്പോൾ പുള്ളിക്കാരി ആശാട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഉടനെ ഞങ്ങളുടെ അടുക്കെ വന്നിട്ട്, എടുക്കടാ നിൻ്റെ സ്ലേറ്റ്. അപ്പോൾ ഞങ്ങൾ സ്ലേറ്റ് എടുക്കും പേടിച്ചിട്ട്. എഴുതടാ 12, എഴുതടാ ഡോക്ടറെന്ന്, എഴുതടാ സെപ്റ്റംബറിന്ന് എഴുതാൻ പറയും. എന്നിട്ട് 2 മിനിറ്റ് ടൈമും തരും. ഇങ്ങനെ പറയും, 2 മിനിറ്റ് നിനക്ക് ടൈം തരും, അതിനുള്ളിൽ എഴുതണമെന്ന് പറയും. ഞാനും കുഞ്ഞുമോനും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് എഴുതാൻ അറിയത്തില്ല. അപ്പോൾ ഈ സ്ലേറ്റിൽ ഞങ്ങളിങ്ങനെ ചുമ്മാ വട്ടം വരച്ചുകൊണ്ടിരിക്കും കുറേ നേരം. അപ്പോൾ അന്ന് റോട്ടോമാക്ക് എന്ന് പറഞ്ഞൊരു പേനയുണ്ട്. ഈ റോട്ടോമാക്ക് ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് അത്. അപ്പം പുള്ളിക്കാരി റോട്ടോമാക്കിൻ്റെ പേന അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ പേനയുടെ ക്യാപ്പ് ഊരി അവർ കൈ വെച്ചേക്കും. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ അവർ നമ്മളെ വിളിപ്പിക്കും അവരിരിക്കുന്നിടത്തേക്ക്. ലൈക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ അംഗനവാടിയിലാണ് പഠിക്കുന്നത്. ആശാമ്പള്ളി അക്ഷരം എഴുതുന്ന ആൾ. പുള്ളിക്കാരി ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഞങ്ങളെ മുന്നിൽ നിർത്തും. ലൈക്ക് പുള്ളിക്കാരി ടീച്ചറായി അപ്പോഴത്തേക്ക് മുന്നിൽ നിർത്തിയിട്ട് കാണിക്കാൻ പറയും. അപ്പോൾ നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, നമുക്ക് കാണിക്കാനും പറ്റത്തില്ല. അത് എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ റോട്ടോമാക്കിൻ്റെ ക്യാപ്പ് വെച്ച് നമ്മളെ അങ്ങോട്ട് പിച്ചുകൊണ്ട് ഈ കയ്യുടെ ഈ ഭാഗത്ത് ഒരു പിച്ചങ്ങോട്ട് നേരെ എണീറ്റങ്ങോട്ട് വീണ് നമ്മൾ വിരളെ നിന്ന് പോവും. സത്യം പറഞ്ഞാൽ അമ്മാതിരി പിച്ചു. സത്യത്തിൽ പുള്ളിക്കാരിക്ക് നമുക്ക് പറഞ്ഞു തരാവുന്നേ ഉള്ളൂ, എന്താ 12 എങ്ങനെ എഴുതുന്നത്, ഡോക്ടറെന്ന് എങ്ങനെ എഴുതുന്നത് പറഞ്ഞു തരാവുന്നേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരി നമ്മൾ കുട്ടികളായതുകൊണ്ടും പുള്ളിക്കാരി നമ്മളെയൊക്കെ മൂത്തതായതുകൊണ്ടും ആശാട്ടി ഇങ്ങനൊരു ഉത്തരവാദിത്തം പുള്ളി ഏൽപ്പിച്ചതുകൊണ്ടും പുള്ളിക്കാരി അത് മാക്സിമം അങ്ങ് യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പിച്ചുന്നതിലൂടെയും നമ്മളെങ്ങനെ എന്ന് കാണിക്കുന്നതിലൂടെയും പുള്ളി ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുമായിരുന്നു. അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിൽ താഴ്ന്നവരില്ലേ, നമ്മളിൽ എന്തുകൊണ്ടും താഴ്ന്നവർ, ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, മെൻ്റലി ആയിരിക്കാം, എല്ലാ രീതിയിലും നമ്മളിൽ താഴ്ന്നവരോട് ഒരിക്കലും നമ്മളിങ്ങനെ പെരുമാറാൻ പാടില്ല. അവരുടെ മൈൻഡിലുണ്ടാകുന്ന ആ ഒരു വേദനയില്ലേ, ആ വേദന ഒരിക്കലും പോകത്തില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെയുള്ള ഓരോ കഥകൾ ഞാൻ ഓരോ ദിവസം വന്ന് പറയാം. ഓക്കെ. ഇന്ന് നിങ്ങളുടെ സ്വന്തം കൃഷ്ണൻ.